US പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിലൊന്ന് ആരെയും അത്ഭുതപ്പെടുന്നതായിരുന്നു. ക്യാൻസറിനെ അതിജീവിച്ച ഒരു 13-കാരനെ സീക്രട്ട് സർവീസിലെ അംഗമാക്കാനുള്ളതായിരുന്നു ആ തീരുമാനം. ട്രംപിന്റെ തീരുമാനം നിറഞ്ഞ കയ്യടികളോടെയാണ് എല്ലാവരും സ്വീകരിച്ചത്. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് ആ സർപ്രൈസ് പ്രഖ്യാപനം നടത്തിയത്. ക്യാൻസറിനെ അതിജീവിച്ച ദേവർ ജെ ഡാനിയൽ എന്ന DJ ഡാനിയലാണ് USന്റെ അപൂർവ അംഗീകാരം നേടിയത്. സീക്രട്ട് സർവീസ് ഡയറക്ടറായ സീൻ കർണോട് DJ ഡാനിയലിനെ സർവീസിൽ നിയമിക്കാൻ ട്രംപ് നിർദ്ദേശിച്ചു. ഇതോടെ US സീക്രട്ട് സർവീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏജന്റായി DJ ഡാനിയൽ മാറി. ടെക്സസിലെ സാൻ അന്റോണിയോയിലാണ് ഡാനിയൽ ജനിച്ചത്. 2018 തലച്ചോറിലും സുഷുമ്നാ നാഡിയിലും കുട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. തന്നെ പിടികൂടിയ അർബുദത്തോട് വർഷങ്ങളായി പോരാടുകയാണ് ഡാനിയൽ. ഇതുവരെ തലച്ചോറിൽ 13 ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. 2018 മസ്തിഷ്ക അർബുദം സ്ഥിരീകരിച്ച ഡാനിയലിന് ഡോക്ടർമാർ വിധിയെഴുതിയത് 5 മാസത്തെ ആയുസ്സായിരുന്നു. എന്നാൽ അതിനെയെല്ലാം ഡാനിയൽ അതിജീവിച്ചു. ചെറുപ്പം മുതൽ പോലീസ് ഓഫീസർ ആകണമെന്നായിരുന്നു കുട്ടിയുടെ ആഗ്രഹം. പിന്നാലെയാണ് ഈ ആഗ്രഹം നിറവേറ്റാൻ ട്രംപ് നടപടി കൈക്കൊണ്ടത്. സംയുക്ത സെഷനിൽ വെച്ച് സീക്രട്ട് സർവീസ് ഡയറക്ടർ DJക്ക് ഓണററി അംഗത്തിനുള്ള ബാഡ്ജ് നൽകി. 2022 ഫെബ്രുവരിയിൽ ഡാനിയൽ റൈസ് യൂണിവേഴ്സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓണററി ഓഫീസറായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഡാനിയൽ. 2024 ഡിസംബറിൽ ജാസ്പർ പോലീസിൽ ഓണററി ഓഫീസറായി. നിലവിൽ 230 ഏജൻസികളിൽ ഓണററി അംഗമാണ് ഡാനിയൽ. ട്രംപിന്റെ പ്രഖ്യാപനം US കോൺഗ്രസ് കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. Sean Curran to officially make you an agent of the United States Secret Service. ഹൂസ്റ്റൺ പോലീസിന്റെ യൂണിഫോം ധരിച്ച് കോൺഗ്രസിന്റെ ഗാലറിയിൽ പിതാവിനൊപ്പം ഡാനിയലും ഉണ്ടായിരുന്നു. അപൂർവ അംഗീകാരത്തിന് പിന്നാലെ പ്രസിഡന്റ് ട്രംപിന് നന്ദി പറഞ്ഞ് ഡാനിയൽ രംഗത്തെത്തി. Ever since then, I had 13 brain surgeries, and that's how many times my personality has changed. And that's something that you don't hear from a terminally ill child. They had 5 months to live. I'm gonna keep on going until my gas tanks run out. And that's when God calls you home. You never know when God's gonna call you home. I wouldn't be here if it wasn't for my dad. I know he's pretty proud of me, and I'm pretty proud of him too. And I'd like to thank President Trump, because if it wasn't for him, I wouldn't be here today. തനിക്ക് 13 ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നു. ഓരോ തവണയും തന്റെ വ്യക്തിത്വം മാറി. പ്രസിഡന്റ് ട്രംപിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ താനിവിടെ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് ഡാനിയൽ പറഞ്ഞത്.